everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് ലേണിംഗ് പർപ്പസ് ഉള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക ഏൺ ചെയ്യുക അതാണ് നമ്മൾ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം ഫസ്റ്റ്. ഓക്കെ, നിഫ്റ്റി ഇതുവരെ ആ ഒരു സപ്പോർട്ട് സോണിൽ വന്നിട്ടില്ല. ഓക്കെ, വീക്ക്നെസ്, യെസ് വീക്ക്നെസ് ഉണ്ട്, ഒരു ഡൗട്ട് ഒന്നുമില്ല വീക്ക്നെസ്. ഓക്കെ, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ റെഡ് ക്യാൻഡിൽസ് ആണ് ബിലോ ക്ലോസിങ്. ഡെയിലി ക്യാൻഡിൽസിൻ്റെ ലാസ്റ്റ് ക്യാൻഡിലിൻ്റെ ബിലോ ആണ് ഡെയിലി ക്ലോസിങ്. സോ വീക്ക്നെസ് ഓൺ ചാർട്ട്സ് ആണ്. 1 hour ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ യെസ് ജസ്റ്റ് ഇവിടെ ഒരു പോസ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് എന്താണ് 50 minutes ടൈം ഫ്രെയിമിൽ വരിക. 50 minutes ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റിൽ ഇപ്പോൾ ഒരു എൻഡിങ് നൾ പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട്. ഇത് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഓഫ് എൻഡിങ് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് തന്നെ എനിക്ക് പറയാനുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. ടൈപ്പ് ഓഫ് എൻഡിങ് ടൈപ്പ് ആൻറ്റി നൾ പാറ്റേണിൻ്റെ റൂൾസ് എല്ലാവർക്കും അറിയാമല്ലോ. ഇൻറ്റേർണൽ മൂവ്സ് ഫുൾ കംപ്ലീറ്റ് ആണ്. എത്രയാണ് ഇതിപ്പോൾ ഉള്ളത്? 1 2 3 4 5th ആയിട്ടില്ല. സോ നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഇങ്ങനെയാണ്. പ്രൈസ് താഴേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു കയറുകയാണെങ്കിൽ വി ക്യാൻ സേ യെസ് എൻഡിങ് നൾ കംപ്ലീറ്റ് ആയി. ഓർ ഡയറക്റ്റ്ലി മോഡിൽ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ചിലപ്പോൾ ഇനി ചാനലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പണിയായിരിക്കും. സോ ഫോർ ദ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, സോ മെയിൻ എന്താണ്? മെയിൻ നമ്മുടെ ലെവലാണ് 24,540. ഇവിടെ ഈ ഒരു താഴെ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ട് കൂടിയാണ്. ഇത് കണ്ട ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, അതിൻ്റെ സപ്പോർട്ട് കൂടിയാണ്. ആൻഡ് നൾ പാറ്റേൺ കൂടിയാണ്. ഓക്കെ, സോ എല്ലാം കൂടി ഒരു സപ്പോർട്ട്, നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയ. ഓക്കെ, സോ നാളെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഗുഡ് ആയിരിക്കും ഫോർ ബൗൺസ് എന്തിന്? കാരണം വെച്ചാൽ നമ്മുടെ ആ ഒരു ഞാൻ ലാസ്റ്റ് ഒരു സൺഡേ ഒരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. മറ്റേ ചാനലിലാണ് നമ്മുടെ ഒരു ബാക്കപ്പ് ചാനലുണ്ടല്ലോ, ആ ബാക്കപ്പ് ചാനലിൽ. സോ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ അതിൽ. ബാക്കി നിങ്ങൾ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ എലിറ്റ് വ്യൂ തിയറി നിങ്ങൾക്ക് എക്സാക്ട്ലി പഠിക്കാനാണെങ്കിൽ ഇവിടുന്ന് പഠിച്ചിട്ട് ആ ചാനലിലേക്ക് പോവാം. ഓക്കെ, ആ ചാനലിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് എക്സ്പ്ലനേഷൻ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യാറുള്ളൂ. ബട്ട് യെസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ആകെ ഒരു വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേക്കാൻ പറ്റിയ നിഫ്റ്റിയുടെ. ബട്ട് യെസ് എന്താണെന്ന് വെച്ചാൽ മീൻസ് ന്യൂ സബ്സ്ക്രൈബർ, ഒരു പുതിയതായിട്ട് നിങ്ങൾ മറ്റേ ഇത് പഠിക്കുകയാണെങ്കിൽ എലിറ്റ് വ്യൂ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല, അത് പിടികിട്ടത്തില്ല. ആ ഒരു ലാംഗ്വേജ്, ആ ഒരു കോൺസെപ്റ്റ് എന്താണ് എലിറ്റ് വ്യൂ തിയറി. സോ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ച് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകൂ. ആ ചാനൽ ഞാൻ ഷെയർ ചെയ്യുക. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു ചാനൽ ഇതാണ് ആ ഒരു ചാനൽ, എലിറ്റ് വ്യൂ വിത്ത് ഫർമാൻ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ലോഗോ. സബ്സ്ക്രൈബ് 26 ആയിട്ടുള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ അതിനകത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. സോ എല്ലാവരും കൂടി കാണുന്നു മസ്റ്റായിട്ട്. ഓക്കെ, എലിറ്റ് വ്യൂ വിത്ത് ഫർമാൻ 01. ഓക്കെ, ഇത് ഈ ചാനലിലേക്ക് എല്ലാവരും മോസ്റ്റ്ലി ഇൻട്രസ്റ്റഡ് ഉള്ള ആളുകൾ, പഠിക്കാനുള്ള ആളുകൾ മാത്രമേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളൂ. ഓക്കെ, ബാക്കപ്പ് ചാനലാണ്. പ്ലസ് ഇങ്ങനത്തെ ഒരു ഡീപ്പ് നോളജ് മാത്രമേ ഇതിന് ചെയ്യുന്നുള്ളൂ. അത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കാണുന്ന ആൾ പ്രോപ്പർലി എല്ലാവരും അവിടെ കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു നോളജാണ് ഞാൻ അവിടെ ഷെയർ ചെയ്യാനുള്ളൂ. ബട്ട് ഇവിടുന്ന് പഠിച്ചിട്ട് ആ ഒരു ചാനലിലേക്ക് പോകാവുള്ളൂ. ഓക്കെ, വേഗം ഇനി നമുക്ക് ഈ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ഇനി സപ്പോർട്ട് നമ്മുടെ ഷെയർ ചെയ്തു. റെസിസ്റ്റൻസ് ഏതാണ്? റെസിസ്റ്റൻസ് നമ്മുടെ ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആണ്. ഇത് കൊണ്ടോ 800 കൂട്ടിക്കോ. ഓവറോൾ 24,800 അതാണ് നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത്. സോ ഇൻ കേസ് പ്രോപ്പർലി മാർക്കറ്റ് ഡയറക്റ്റ്ലി മുകളിലേക്ക് പോകണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് എടുക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ദെൻ പിന്നെ താഴേക്ക് തന്നെ വരുള്ളൂ. കാരണം വെച്ചാൽ പ്രൈസ് ഈ സമയത്ത് നല്ല ഒരു വീക്കാണ് പ്രൈസ്. ഓക്കെ, ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ABC സ്ട്രക്ചറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇത് ഫുൾ ഞാൻ A കൗണ്ട് ചെയ്യണം. ഇത് B ആണ്. സിയുടെ ഫോളോയിങ്. സിയിൽ 5 മൂവ്സ് ഉണ്ടാകും. സിയിൽ നോർമലി 5 മൂവ്സ് ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില പാറ്റേൺസിൽ ഡിപ്പെൻഡാണ്. ബട്ട് പ്രോപ്പർലി സപ്പോർട്ടിൽ വരണം. എന്നിട്ടേ നമുക്ക് ബിഗ് ഒരു അപ്കമിങ് ഫർദർ നല്ലൊരു ഹ്യൂജ് മൂവ് സൈഡ് കിട്ടുകയുള്ളൂ. ഓക്കെ, സോ സജഷൻ എൻ്റെ ഇത് തന്നെയാണ്. ഇപ്പോൾ മോഡിലേക്ക് ഹ്യൂജ് മൂവ് ഡയറക്റ്റ്ലി മോഡിലേക്ക് ഇല്ല. ബട്ട് യെസ് 1 2 3 4 5 ആയിട്ട് ഇങ്ങനെ താഴേക്ക് വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ 1 2 3ൽ തന്നെ ഇത് താഴേക്ക് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 24,000 ഇവിടെ ഈ ഒരു ഏരിയ വരെ വന്നാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും താഴേക്കുള്ള വീക്ക്നെസ് കാണുന്നുണ്ട്. വീക്കർ ടൈം ഫ്രെയിം വീക്ക്നെസ് കാണുന്നു. ഞാൻ എങ്ങനെ ഇത് റീഡ് ചെയ്യുന്നത് ഇൻ ഷോർട്ട് ഞാൻ വേഗം പറഞ്ഞേക്കാം. ഓക്കെ, സോ ഞാൻ ഇത് റീഡ് ചെയ്യുന്നത് ഇത് ബി ദ ബൗൺസ് ആൻഡ് സി ദ ഫർദർ ഫോൾ വരികയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിയുടെ ഫോൾ ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് കണ്ടോ 81.20%, 100%. ഓക്കെ, 100%, 127%. ഇതൊക്കെ റേഷ്യോസ് ഫർദർ ഓപ്പൺ ആണ്. ഓക്കെ, ബ്രേക്ക് ഔട്ട്
വന്നാൽ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്കൗട്ട് വന്നാൽ മാത്രമേ ഇനി ഞാൻ ബുള്ളിഷ് ഉള്ളൂ, അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഫേസ് ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ദെൻ താഴേക്ക് കുറച്ചുകൂടി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ആൻഡ് ഇൻ കേസ് എ ബി സിയുടെ പ്രോപ്പർ സ്ട്രക്ചർ ആണെങ്കിൽ ക്ലോൺ എടുക്കുക. സോ ഇവിടെ അപ്പോഴും ഈ ഒരു ഏരിയ ഓപ്പൺ ആണ്. ദാറ്റ് മീൻസ് പ്രൈസ് സ്റ്റിൽ ഇനി താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ ഒരു ഏരിയയിൽ. ഡയറക്റ്റ്ലി ഇപ്പോൾ ഇനി ബുള്ളിഷ് മൂവ് ഡയറക്റ്റ്ലി ഈസി വരാൻ പോകുന്നില്ല. കുറച്ച് ദിവസം ഞാൻ ഇതിനകത്ത് കൺസോളിഡേഷൻ ടു താഴെ തന്നെ കാണുന്നുള്ളൂ. മുകളിലേക്ക് ഈസി അല്ല, എപ്പോഴാണ് ചേഞ്ച് ആകുന്നത് ഇതിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഉണ്ട്, ഇതിൻ്റെ ബ്രേക്കൗട്ടും ആയാൽ മാത്രമേ നമുക്ക് ഇനി ഫർദർ അപ്പ് മൂവ് കിട്ടുള്ളൂ. മീൻസ് നല്ല ഒരു ഹെൽത്തി അപ്പ് മൂവ് കിട്ടത്തുള്ളൂ. ബട്ട് അത് ഈസി അല്ല. ഓക്കെ, ഇതാണ് ആ ഒരു ട്രെൻഡ് ലൈൻ, മുകളിൽ നിന്ന് തന്നെ വരുന്നുണ്ട് ആ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, സോ സ്മോൾ ടൈം ഫ്രെയിം ഇനി ഇത്ര ഉള്ളൂ. വേഗം നമുക്ക് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാം. ഇതിനകത്ത് ഇത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി താഴേക്ക് മൂവ് വരുന്നുണ്ട്. എങ്ങനെയാണ് എ ബി ആൻഡ് സിയിൽ എത്ര മൂവ് 1 2 3 4. യെസ്, ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എവിടെയോ സപ്പോർട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഓൾറെഡി ഐ തിങ്ക് ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് എവിടെ വരുന്നത് 81.20%. സോ മേ ബി ലാസ്റ്റ് ഒരു ഫോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. കാരണം വെച്ചാൽ ഞാൻ റീഡ് ചെയ്യണത് എങ്ങനെയായത്, ഇത് ഇവിടെ വരെ എ, ഇത് ബിയുടെ ബൗൺസ് ആൻഡ് ദെൻ സിയിൽ എത്ര മൂവ്സ് ഉണ്ട് 1 2 3 4 ആൻഡ് 5 ആയിട്ടില്ല, 4 തന്നെയാണ് ഇത് പറയാനുള്ളത്. ഓക്കെ, സംടൈംസ് ചില സമയത്ത് അവരോട് നല്ല പോലെ ട്രാപ്പ് ചെയ്യും. റിവേഴ്സൽ ബ്ലൈൻഡ്ലി റിവേഴ്സൽ പ്ലേ ചെയ്യരുത്. പാറ്റേൺ നോക്കിയിട്ട്, പാറ്റേൺ അവിടെ യൂഷ്വലി ഫോം ചെയ്യാറുണ്ട് മാർക്കറ്റ്. ആ പാറ്റേൺ നോക്കിയിട്ട് മാത്രമേ നമുക്ക് അപ്പ് സൈഡ് പ്ലേ ചെയ്യാവുള്ളൂ. അതും ഈസി അല്ല അപ്പ് സൈഡ്. കാരണം വെച്ചാൽ ഇത്ര വലിയ ഹ്യൂജ് ഫോൾ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ട ഇത് ഡയറക്റ്റ്ലി ഫോളാണ്. സോ ആ ഒരു ഫോൾ വരുമ്പോഴത്തേക്ക് റിവേഴ്സൽ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ്. സപ്പോർട്ട് ഇന്നത്തെ ലോ ഒരു സപ്പോർട്ടാണ്, പിന്നെ ഫർദർ ഇത്. ഓക്കെ, ഇന്നത്തെ ലോ കൂടി ഒരു സപ്പോർട്ടാക്കി മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക്. യെസ്, ഇന്നത്തെ ലോൺ സപ്പോർട്ടാണ്, അത് ബ്രേക്ക് ചെയ്ത് ഫർദർ ഡൗൺ സൈഡ് കിട്ടും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി എത്ര ഉള്ളൂ? സെൻസെക്സ് പോകാം. സെൻസെക്സ് ഓൾറെഡി സപ്പോർട്ടിലാണ്. ഓക്കെ, സെൻസെക്സ് ഈ നെക്സ്റ്റ് സപ്പോർട്ട് ചെയ്താണ് ഇന്നത്തെ ലോ തന്നെ. റെസിസ്റ്റൻസ് ഏരിയ സെൻസെക്സിൻ്റെ ഇതാണ്. ഓക്കെ, ഇതാണ് സെൻസെക്സിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ. ബാക്കി സപ്പോർട്ട് ഓൾറെഡി ഞാൻ സെൻസെക്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻസെക്സ് ഇന്നത്തെ ലോ ബ്രേക്ക് ആണെങ്കിൽ ഫർദർ ഡൗൺ സൈഡ് തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് സെൻസെക്സിലുണ്ടാകും. സെൻസെക്സ് റീഡ് ചെയ്യുന്നത് ഒത്തിരി കൺഫ്യൂസിങ് സ്ട്രക്ചർ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ ബിയിൽ ഇത്രയ്ക്ക് മൂവ്സ് ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു ഫോൾ കണ്ടാകും. ആകെ മാർക്കറ്റ് സ്കാൽപ്പ് ചെയ്യുക, ഹോൾഡ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. എന്ത് സിറ്റുവേഷൻ വന്നാലും പ്രൈസ്. കാരണം വെച്ചാൽ ഇൻ കേസ് ഓവർ സോൾഡ് മാർക്കറ്റാണ്, നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓവർ സോൾഡാണ്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഷോർട്ട് കവറിങ് വന്നാൽ നമ്മൾ പെട്ടുപോകും, മനസ്സിലായോ? സോ ഹോൾഡ് ചെയ്യാനുള്ള ആവശ്യമൊന്നുമില്ല. എപ്പോഴും ഷോർട്ട് കവറിങ് അത് പറയാനില്ല. നാളെ ഇനി എക്സ്പയറി ആണ്, നിഫ്റ്റി എക്സ്പയറി ആണ് നാളെ. സോ എക്സ്പയറിയിൽ എന്തെങ്കിലും ഷോർട്ട് കവറിങ് വരും, അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി നാളെ സൈഡ് വ്യൂസ് ആക്കി നെക്സ്റ്റ് ഡേ മൺഡേ ഒരു ഷോർട്ട് കവറിങ് വെച്ചൊന്നും നമുക്ക് എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റത്തില്ല. ശ്രദ്ധിക്കുക, അതാണ് അത് പറയാനുള്ളത്. ഷോർട്ട്സ് അവർ കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്നൊരു ഷോർട്ട് കവറിങ് മൂവ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഷോർട്ട് കവർ ചെയ്യും, അതാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് എക്സാക്ട്ലി ഇത് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ, ഈ ഒരു സപ്പോർട്ട് സോൺ ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തതാണ്. പ്രോപ്പർലി വന്ന് ഇവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് ഇതാണ് റെസിസ്റ്റൻസ്. ഇതിന് ഈ ഒരു ഏരിയ നല്ല റെസിസ്റ്റൻസ് സോണാണ്. ഞാൻ എന്താ കാണുന്നത് ഇതിനകത്ത് കുറച്ചുകൂടി മേ ബി കൺസോളിഡേഷൻ ടു ഡൗൺ സൈഡ് ഇവിടെ സപ്പോർട്ട് എടുത്ത് എല്ലാ ഇൻഡെക്സ് മുകളിലേക്ക് തന്നെ തിരിച്ച് കയറുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. തിരിച്ച് കയറുമെന്ന് വെച്ചാൽ ഓവറോൾ കയറാൻ പോകുന്നില്ല, ബൗൺസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കൂടി റെഗുലർ സബ്സ്ക്രൈബേഴ്സ് ആ വീഡിയോ പോയി മസ്റ്റായിട്ട് കാണണം. കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആകും. ലൈക്ക് ചെയ്യുക ആ വീഡിയോ, ഈ വീഡിയോയും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു സോ മച്ച്.